ഹലോ ഹലോ സോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ആക്ച്വലി ഞാൻ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണാണ്. അങ്ങനെ വലുതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങാനല്ല, പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന എൻ്റെ കുറച്ച് കുപ്പിയൊക്കെ കൊടുത്ത് കുറച്ച് സാധനം വാങ്ങാൻ വിചാരിച്ചു. വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും മീറ്റാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. സോ അത് വാങ്ങാൻ വേണ്ടി പോണാണ്. എൻ്റെ ഈ ബാഗ് മൊത്തം കുപ്പിയാണ് ഗൈസ്. ഞാൻ ഇത്രയും നാൾ കളക്ട് ചെയ്ത് വെച്ച എൻ്റെ കുപ്പിയാണ്. സോ ഇതെങ്ങനെയാണ് കൊണ്ടുപോയി ഇടുന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ കിട്ടുമെന്നൊക്കെ നോക്കാം. സോ നമുക്ക് ബസ് കയറാൻ വേണ്ടി പോകണം. ബസ് കയറിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടൊരു 5 or 6 minutes നടക്കാനുണ്ട് ആ കടയിലോട്ട്. തൊട്ടടുത്തൊരു കടയുണ്ട്, റവ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഇച്ചിരി കൂടെ എക്സ്പെൻസീവാണ്. പിന്നെ അവിടെ നമ്മുടെ എന്താ പേര് മറന്നു ഇതല്ല, നമുക്കൊരു കാർഡുണ്ട്, പേ ബാക്ക് കാർഡുണ്ട്. അതിനകത്ത് പോയിൻറ്റ്സ് റിഡം ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് നന്നായിട്ട് പോയിൻ്റ് ആക്കണം. അപ്പോൾ ആ പോയിൻറ്റ്സ് കളക്ട് ചെയ്യണം നമ്മളിങ്ങനെ. അപ്പോൾ അത് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ഷോപ്പിൽ പോയിട്ട്, അതായത് ആ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുണ്ട്, ലൈക്ക് നെറ്റോ, ഇടയ്ക്ക് DM, അവിടെയൊക്കെ അത് അവൈലബിൾ ആണ്. സോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ആ കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോയിൻറ്റ്സ് കയറും. സോ അത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ആപ്പിൽ നിന്ന് തന്നെ. സോ അതുകൊണ്ടാണ് ഞാൻ നെറ്റോയിൽ പോണത്. ഓക്കെ, നിങ്ങൾക്ക് ആ കാർഡിനെ പറ്റി ജർമ്മനിയിലുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാ. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഇത് കൊണ്ടേ കൊടുക്കാം. സോ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, എൻ്റെ പ്ലാനിങ് കണക്കൂട്ടലൊക്കെ പാളിപ്പോയി ഗൈസ്. അതായത് 5:12 വണ്ടി, ഓക്കെ. പക്ഷേ ഞാൻ 5:11 എത്തി ബസ് സ്റ്റോപ്പിൽ. പക്ഷെ എൻ്റെ ഫ്രണ്ടിൽ കൂടി ആൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. ശേടാ, വല്ലാത്ത അവസ്ഥയായി പോയി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയുള്ളൂ. പക്ഷെ എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ടൈം വേസ്റ്റായി പോവും. എനിക്ക് കുറേ പണിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. സോ ഞാൻ വിചാരിച്ച് ചമ്മിപ്പോയി, അത് സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടുത്തെ റവയിൽ പോവാം, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. റവയിൽ പോവാന്നേ ഉള്ളൂ ഇനിയൊരു ഓപ്ഷൻ. നെറ്റോ വരെ നടക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ദൂരമുണ്ട് ഇവിടെ നിന്ന് ആവശ്യത്തിന്. അപ്പോൾ റവയിൽ പോവാം. റവയിൽ നടന്നു പോകാൻ ആവശ്യത്തിന് ദൂരമുണ്ട്, എന്നാലും ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നടക്കാം. സോ ഗൈസ്, എനിക്ക് നിങ്ങൾക്ക് പേ ബാക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അത്ര സങ്കടമില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ പേ ബാക്ക് കുറേ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പേ ബാക്ക് കുറച്ചാൽ നമുക്ക് കുറേ പോയിൻറ്റ്സ് കയറണത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്ലാനിൽ കുറേ സാധനങ്ങൾ വാങ്ങാനില്ല. അപ്പം ഞാൻ രക്ഷപ്പെട്ട്, മനസ്സിലായോ? പക്ഷെ എന്നാലും കുപ്പി കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ചെറുമങ്കാരുടെ വീടൊക്കെ കിണ്ണമല്ലേ. അപ്പോൾ ഞാൻ വീട്ടിലൊരു സാധനങ്ങളൊക്കെ വളർത്തി വെച്ചേക്കണുണ്ടോ, എന്നാ രസമാണല്ലേ. എൻ്റെ അപ്പനും ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് അനിമൽസ് ടു. എനിവേ, ഞാൻ നടക്കുകയാണ്. പൊതുവെ ഞാൻ നടക്കാൻ ഭയങ്കര മടിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും ഞാൻ നടന്നാണ് പോകുന്നത്. ഓക്കെ, ഇത് കണ്ട ദിവസം പോണെങ്കിൽ പ്ലമ്മൊക്കെ പറിച്ച് തിന്നുകൊണ്ട് പോണേ. ഞാൻ പ്ലമ്മിൻ്റെ ഒരു വീട്ടിട്ടുണ്ടായില്ലേ, പക്ഷെ അത് പ്ലമ്മാണെന്ന് ഉറപ്പില്ലാത്തതിന് ഞാൻ തിന്നില്ല, എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞില്ലേ, ആ പ്ലമ്മാണിത്. പക്ഷെ ഞാൻ ഇന്ന് എന്തായാലും തിന്ന് നോക്കാൻ പോണേ, ചാവടെങ്കിൽ ചാവട്ടെ. പക്ഷെ നല്ല മധുരമൊക്കെ ഉണ്ട് ഇത്. കഴിച്ച് ഞാൻ മൊത്തം തിന്നു, തോട് മാത്രമേ ഉള്ളൂ. തോട് തിന്നാൻ നോർമലി, പക്ഷേ ഞാൻ മലപ്പുറം തിന്നാത്തതാണ്, കാരണം കഴുകിയില്ലല്ലോ, പറിച്ചിപ്പോൾ തന്നെ തിന്നതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തിന്നത്. കാരണം പണി കഴിഞ്ഞ് ഡയറക്റ്റ്ലി വീട്ടിൽ വന്ന് ഇറങ്ങി അപ്പം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് പോണിയാണ്. ഇന്നാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അത് പൊട്ടിച്ച് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഇനി വിശക്കണമെന്നാണെന്ന് പറഞ്ഞൂടാ. നമ്മളങ്ങനെ നടന്ന് റവ എത്തി. അങ്ങറ്റത്തൊരു ബോർഡ് ഉണ്ട് റവാന്ന് ഉണ്ടോ, അവിടെയാണ് നമ്മൾ പോണത്. നമ്മളിവിടെ നിന്ന് നടന്ന് അവിടെ പോകും. ദാറ്റ്സ് ഓൾ, എത്താറായി. ഇത്രയും ദൂരം ഞാൻ നടന്ന് കയറി ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റവയിലെത്തി. സോ ഗൈസ്, നമ്മൾ നമ്മുടെ തള്ളുവണ്ടി എടുത്തിട്ടുണ്ട്. എവിടെയോ പട്ടി വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കുപ്പി കൊടുക്കാൻ പോവാം ഗൈസ്. ആദ്യം തന്നെ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുപ്പി കൊടുക്കുന്നത്. ഇതിനകത്താണ് കൊടുക്കുന്നത്, പക്ഷെ ഇത് വർക്കല്ലല്ലോ. ഇവിടെ പരിപാടിയാണ് തിരിച്ചാലും വിദ്യാന്ന് വിചാരിച്ചത് ദൈവമേ. പക്ഷെ അല്ല ഗൈസ്, ഇവിടെ ഉണ്ട്. ഈ മിഷനിലാണ് നമ്മൾ ഇടാവുന്നത്. സോ ഗൈസ്, ഇതിനകത്താണ് നമ്മുടെ സാധനം ഇരിക്കണത്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞുതരാം. നമ്മൾ ഇതിനകത്തോട്ട് കുപ്പി ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ എന്നൊക്കെ കാണിക്കും. എന്നിട്ട് ഇവിടെ വരുന്ന പേപ്പർ എടുക്കുക, കാശ് അടയ്ക്കുമ്പോഴത്തേക്കും അതും കൂടി ചേർത്തടയ്ക്കുക. സോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കുപ്പി എടുത്ത് ഇതിനകത്ത് ഇത് ഇങ്ങനെ ഒരു ചിഹ്നമുള്ള കുപ്പികൾ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, സോ കണ്ടോളൂ. കണ്ട, ഇപ്പോൾ കണ്ട അവിടെ 25 സെൻറ്റെന്നായി. അടുത്ത കുപ്പി ഇടുമ്പോൾ കണ്ട കാശ് കൂടിക്കൊണ്ടിരിക്കുന്ന കണ്ട. അങ്ങനെ നമ്മളെല്ലാ കുപ്പി ഇടും ഇപ്പം ഇതിനകത്തോട്ട്. ഇത്ര വയ്ക്കുന്നുണ്ട്, ഇനിയും ഇടാനുണ്ട്. ഒന്ന് ഇരിക്കാതെ ഇരണം വരെ. കൊടുക്കുക, കൈവേന എടുക്കും. അതൊക്കെ ഒരു ഇതിൻ്റെ ഒരു ഭാഗം. അത് മൈൻഡ് ചെയ്യണ്ട. കണ്ടോ, നമുക്ക് €5.75 കിട്ടി മൊത്തം. കണ്ടോ ഗൈസ്, നമ്മുടെ ബില്ല് വന്ന് ഇതിങ്ങനെ എടുക്കാം. €5.75 കിട്ടി നമുക്ക്. സോ ഗൈസ്, ഇത് നമ്മുടെ ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. ഇത് മാത്രം ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. കണ്ടോ, നമുക്കിവിടെ പോയി നോക്കാം എന്തൊക്കെ ഡ്രിങ്ക്സാണ് ഇവിടെ ഉള്ളതെന്ന്. ഓക്കെ, കണ്ടോ, നമ്മുടെ ഡ്രിങ്ക്സിന് മാത്രം. കണ്ടോ, അടിപൊളിയല്ലേ. വീട്ടിലിങ്ങനെ വൈനും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ആ ഒരു സെക്ഷൻ മൊത്തം ബിയറാണ് ഇരിക്കണത്. ഞാൻ കുടിക്കുന്ന ജ്യൂസ് ഇവിടെ ഉണ്ടാകുന്നത് നോക്കാം. ഞാൻ കുടിക്കുന്നത് ഗ്രാനിയുടെയാണ്. കാണാൻ വഴിയില്ല, എന്നാലും തപ്പാം. ഇത് ഞാൻ കുടിക്കും, പക്ഷേ എനിക്ക് മാംഗോ വേണം. ഇത് നാരങ്ങയും മാംഗോയും ഒന്നും പറ്റില്ല. മാംഗോയും പിന്നെ ഒരു മെലോണും ഉണ്ട്, അത് മാത്രമേ കുടിക്കുള്ളൂ. നോക്കട്ടെ. എൻ്റെ ജ്യൂസ് ഇല്ല, കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ജ്യൂസ് ഇല്ലാത്ത കൊണ്ട് നമ്മൾ ചമ്മി. സോ നമ്മളങ്ങനെ രണ്ടാമത് തപ്പി വന്നത് മീറ്റാണ്. ലൈക്ക് ചിക്കൻ എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞാണ് വന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കനും സോസേജും മീറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ളത് ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, കണ്ടോ, നമുക്കപ്പോൾ വേണ്ടത് ചിക്കനാണ്. കണ്ടോ, നമ്മൾ വാങ്ങാറുള്ള ചിക്കൻ അവിടെ കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി തൈസിൻ്റെ ഭാഗമാണ് വാങ്ങാറ്. പക്ഷേ അതിവിടെ ഇല്ലെന്ന് തോന്നണം. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. കണ്ടോ ഗൈസ്, ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കണ ചിക്കന് ₹600. എന്താ ചെയ്യുക? ഒരു ഫുൾ ചിക്കൻ വാങ്ങാന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഇതൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി അങ്ങനെ വാങ്ങണത് എപ്പോഴും നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടമുള്ളത് മറ്റേ ഈ തൈയുടെ ഭാഗമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ലോണം കഷ്ണം ഉണ്ടാവും, ആവശ്യത്തിന് ഇറച്ചി ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. അതവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമുക്കത് ഈ വിങ്സും അതുപോലെ മറ്റേ ആ ചെറിയ കഷ്ണം ഉള്ളത് എടുക്കാം. മറ്റേ കഷ്ണം ഇല്ലല്ലോ, ഇനിയിപ്പോൾ വേറെ എന്ത് ചെയ്യാനാ? ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിന്ന്. അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് ഇനി അപ്പുറത്തൊക്കെ ഇരിക്കുന്ന സോസേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കെച്ചപ്പും മയോണൈസാണ്. ഇവിടെ ഒരു കെച്ചപ്പും മയോണൈസും കാണുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ, ₹300.
ഓക്കെ, അതവിടെ തന്നെ വെച്ച്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാശിൻ്റെ വാങ്ങണത് എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഗൈസ്. പിന്നെ അതെ, ഇത് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ വന്നത്. പിന്നെ അത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ താഴെ ഇരിക്കുന്ന സാധനം കാണിച്ചു തരാം. അതായത് അത് നമ്മുടെ ടോട്ടില്ല എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിനാ നമ്മുടെ ചപ്പാത്തി പൂരി അതിനൊക്കെ പകരമായിട്ട് ഇവിടെ അതാണ് ആൾക്കാർ യൂസ് ചെയ്യണത്. പിന്നെ ഈ മുകളിലിരിക്കുന്ന ബ്രെഡാട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ടോട്ടില്ല. അതായത് നമ്മൾ ഈ എന്താ പറയുക റാപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അത് ഇത് വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ആവശ്യത്തിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ കുറേ പലതരത്തിലുള്ള മുട്ടകളുണ്ട്. ഇതായത് ഈ കളർഫുൾ മുട്ട ഉണ്ടോ, അതാണ് പുഴുങ്ങിയ മുട്ട. പിന്നെ അത് കോഴിമുട്ട സാധാരണ ബയോ അല്ലാത്തത്. പിന്നെ അത് ഈ കാണാണ് നമ്മുടെ കാടമുട്ട കണ്ടോ, എന്താ വില, 300 രൂപ 12 ഇത് പീസ് കാടമുട്ടയ്ക്ക്. അവിടെ തന്നെ വെക്കണതാണ്, കാരണം അത്രയും കാശ് നോട്ട് വാങ്ങണ്ട. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ മസാലകൾ പിന്നെ വെജിറ്റബിൾസ് അങ്ങനത്തെ സെക്ഷനൊക്കെയാണ്. ഈ സൈഡിൽ കാണുന്നത് ഒണിയൻ പൊട്ടറ്റോ അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ മസാലകളാണ്, പലതരം മസാലകളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് മസാല വാങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ വീട് വെക്കേണ്ടി വരും, അത്രയും വിലയാണ് റവയിലെ മസാലയ്ക്കൊക്കെ. കണ്ട, ഇത് നമ്മുടെ യാട മസാലയാണ്, പക്ഷെ ഇത് ഇച്ചിരി ചീപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ചീപ്പായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഗൈസ്, വില കൂടിയതൊന്നും ഞാൻ എടുക്കുന്നതല്ല. പിന്നെ ഇതാണ് നമ്മുടെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. കാരണം ഇത് കിണ്ണൻ ടേസ്റ്റാണ്. അത് നമ്മൾ വിശന്നവർക്ക് ഇത് ആവശ്യത്തിന് നല്ല ടേസ്റ്റാണ്. ഒരു ഇന്ത്യൻ ഫുഡ് വേണമെന്നുള്ളവർക്കൊക്കെ ഇത് തിന്ന് നോക്കാവുന്നതാണ്. ബട്ടർ ചിക്കൻ്റെ ബട്ടർ ചിക്കൻ വിത്ത് റൈസിൻ്റെ ഒരു ബോക്സാണത്. 500 ആ ഒരു റേഞ്ചാണ് അതിൻ്റെ വില വന്നത്, അതായത് ഒരു 5 യൂറോ അടുത്ത്. ഓക്കെ, പക്ഷെ ആവശ്യത്തിന് നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ സെക്ഷൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം വെജിറ്റബിൾസ് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ റാഡിഷ്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഈ ചുമന്ന കളറിൽ കാണുന്നതും ആക്ച്വലി റാഡിഷാണ്. ഓക്കെ, ഇവിടുത്തെ പിള്ളേർ ഇത് സ്നാക്സൊക്കെ ആയിട്ട് ചുമ്മാ തിന്നുകൊണ്ട് നടക്കും. പിന്നെ മുകളിൽ കാണുന്നത് ചുക്കിനി, പിന്നെ കുക്കുംബർ, പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ, ബ്രിഞ്ചാൾ. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങിയതാണ്, എന്നാലും ഇതൊരെണ്ണം വാങ്ങിയേക്കാം. കാരണം എന്താണെന്നതിൽ എപ്പോഴും ആവശ്യം ഉണ്ടാവുമല്ലോ വെജിറ്റബിൾസ് വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എല്ലാ വെജിറ്റബിൾസും അങ്ങനെ കഴിക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മളിവിടെ ഇത് ഇടാനുള്ള കവർ എടുക്കണത്. കണ്ട, ഇത് ഞാൻ മര്യാദക്ക് എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇതോടെ പൊളിച്ചിടും. ഓക്കെ, അങ്ങനെ ഞാൻ മര്യാദക്ക് എടുത്ത് ഇത് ഞാൻ കവറിലിട്ട് കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇത് കണ്ട്, ഇത് നമ്മുടെ സാമ്പാറല്ല സൂപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. അതിനകത്ത് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം, എനിക്കത് കാണുമ്പോൾ ഒരു ചേനയുടെ ഫീലിംഗ് ഒക്കെയാണ് വരാറ്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇതെല്ലാം. പിന്നെ മത്തങ്ങ അങ്ങനെ. ഇനി ആ കാണുന്നത് മൊത്തം ഫ്രൂട്ട്സ് ആട്ടോ. ആ ഇരിക്കുന്ന സെക്ഷനിലുള്ളത് മൊത്തം നമ്മുടെ ഫ്രൂട്ട്സാണ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ തിന്നുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇട്ടത് ആദ്യമേ. കണ്ടോ, ഇതിവിടെ ഇരിക്കുന്നത് എഡിബിളാണ്, അവിടെ ഉള്ളത് എഡിബിളാണ്. എനിക്ക് തിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഓക്കെ, പ്ലം തന്നെയാണിത്. പിന്നെ ഇത് ഇപ്പറേ കാണുന്നത് വാട്ടർമെലനാണ്. ആക്ച്വലി വാട്ടർമെലൻ ഭയങ്കര ചീപ്പാണ് ഇവിടെ, പക്ഷേ ഇത് ചുമന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വാങ്ങുന്നില്ല. പിന്നെ അപ്പറേ ഉള്ളത് വാട്ടർമെലൻ തന്നെ വേറൊരിത്. ആക്ച്വലി എനിക്ക് വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് ചുമന്നുകൊണ്ടുള്ള മടിയോടെ ഞാൻ വാങ്ങാത്തതാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ സ്ട്രോബെറീസ്. ഇപ്പോൾ സ്ട്രോബെറീസിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് കണ്ട 900 റുപ്പീസ് അടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില. അതും ചെറിയ ചെറിയ സ്ട്രോബെറീസ്. പിന്നെ അവിടെ ഇരിക്കണതൊക്കെ മഷ്റൂമാണ്. പിന്നെ ഇവിടെ ഫ്ലവേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ജർമ്മൻകാർക്ക് ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ക്രേസുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ ബബിൾ ടീ, അതായത് റെയിൻബോ ഫ്ലേവർ തന്നെ ബബിൾ ടീ എന്നാണ് കൊടുത്തേക്കണം, റെയിൻബോ ഡിഷൻ്റെ. ഉണ്ടോ, വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ വില എത്രയെന്ന് നമുക്ക് നോക്കട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് എൻ്റെ പൊന്നെ 399, അതായത് ഏകദേശം നാട്ടിലൊരു 400 രൂപ പ്ലസ് ഇതിൻ്റെ ഫാൻറ്റിയുടെ കാശൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും, ദൈവത്തിനറിയാം. എൻ്റെ പൊന്നെ എന്താ വില. അതവിടെ തന്നെ വെച്ചേക്കാം, അത് നല്ലത്. പിന്നെ ഇത് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചേക്കണത് അങ്ങനെയൊക്കെ. ഇത് ഫിഗ്ഗി ഇട്ടത് എല്ലാവർക്കും അറിയില്ല, ഫിഗ്ഗി. ഇതിനെൻ്റെ അത്ര ഫാനല്ല ഞാൻ. എനിവേ, ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ആപ്പിളാണ്, പലതരം ആപ്പിള്. പിന്നെന്താ പഴം. ഇത് നമ്മുടെ ലിച്ചിയുണ്ട്, ലിച്ചി. ആക്ച്വലി ഇത് ഭയങ്കര നിൽക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, വാങ്ങണമെന്നുണ്ട്. പക്ഷെ എൻ്റെ കിലോയ്ക്കല്ല ഗ്രാമിനാണ് വില കൊടുത്തേക്കണത്, 1.30.
നഷ്ടമാണ്, വാങ്ങിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ മുന്തിരിങ്ങ, പഴം, പിന്നെ അതേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് 100 ഗ്രാമ എത്രയോ, ഇതിന് 600 രൂപ. ഇത് നമ്മുടെ പൈനാപ്പിളിന് ജർമ്മൻ ലാംഗ്വേജിൽ അനനാസ് എന്നാണ് പറയണത്. പിന്നെ ഇത് നമ്മൾ പ്ലം, കിവി കണ്ടോ. ഇത് നോർമൽ കിവിയാണ്. പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ ഇരിക്കുന്നത് നോർമൽ കിവിയാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറയണത് എന്താണ്, നമ്മുടെ ഗോൾഡൻ കിവിയാണ്. കാരണം അത് ഇച്ചിരി മധുരം ഉണ്ടാവും കഴിക്കാനായിട്ട്, എനിക്കതാണ് ഇച്ചിരി കൂടി ഇഷ്ടം. പിന്നെ ഇത് നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, ഇതിനൊരു പേരുണ്ടല്ലോ ഗൈസ്, പീച്ച്. അത് തന്നെ, ഇത് നമ്മുടെ പീച്ചാണ്. ഞാൻ പീച്ചിൻ്റെ അത്ര വലിയ ഫാനല്ല. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചതഞ്ഞ പീച്ചാണെന്നാണ്. കാരണം കണ്ടില്ലേ ചളങ്ങി കൂടിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ മുസമ്പി പോലെയുണ്ട്. ഓറഞ്ചാണോ മുസമ്പിയാണെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുവാണ് ഗൈസ്. എന്നാ വലിപ്പം നോക്കിയേ, എന്താ, ഞാൻ നാരങ്ങ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെയൊക്കെ സെക്ഷനാണ്. കണ്ടോ, പല തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ലൈക്ക് ഈന്തപ്പഴം, അല്ലെങ്കിൽ നമ്മുടെ ബനാന, പിന്നെന്താ മാംഗോ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ മുകളിൽ നമ്മുടെ പൈനാപ്പിൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണക്കിയത്. ഇതുണ്ട് ഗൈസ്, ഒരു കുഞ്ഞു കൊച്ചു ട്രോളിയും തള്ളിക്കൊണ്ട് പോണത്. പിന്നെ നമുക്ക് ഈ ബ്രെഡ് എടുക്കാം, കാരണം ബ്രെഡ് എപ്പോഴും വീട്ടിലോട്ട് ആവശ്യമുള്ളൊരു വസ്തുവാണ്. നമുക്ക് ബ്രെഡ് എടുക്കാം. കണ്ടോ, ഇനി നമ്മൾ അടുത്തതായിട്ട് തപ്പുന്ന സാധനം സോസാണ്. നമുക്ക് വേണ്ട കെച്ചപ്പൊക്കെയാണ്. നമുക്ക് നോക്കി പോവാം. ഓക്കെ ഗൈസ്, ഈ ഇരിക്കുന്നത് മൊത്തം പാലിൻ്റെ സെക്ഷനാണ് കേട്ടോ ഗൈസ്. പാലാണ് ഇരിക്കുന്നത് മൊത്തം, കണ്ടോ. ഇത് പിന്നെ മ്യൂസ്ലി അല്ലെങ്കിൽ കെലോഗ്സ് അങ്ങനത്തെ, പിന്നെ മുകളിൽ ഓട്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, കണ്ടോ. ഈ ഒരു സൈഡിൽ മൊത്തം ജാമാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. പലതരത്തിലുള്ള ജാമ്, പല ഫ്ലേവറിലുള്ള ജാമ്. നമ്മുടെ ചാനലിൽ ആക്ച്വലി ജാമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് പോയിട്ട് ബ്ലാക്ക് ബെറീസൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ജാമിട്ടാണ്. അപ്പോൾ എല്ലാവരും കയറി കാണണം, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം ചീസാണ് ഇരിക്കുന്നത്. ചീസിന് ജർമ്മൻ ലാംഗ്വേജിൽ കേസ് എന്നാണ് പറയണത്. അവിടെ മൊത്തം കേസാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കിലിടുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ്, ക്രീമിൻ്റെ സംഭവങ്ങൾ, അങ്ങനെ. പിന്നെ കുറേ ഡെക്കറേഷൻ വേണ്ടി ഇടാനുള്ള മുത്ത്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് ഫുഡ് കളറ്, അങ്ങനെയൊക്കെ കണ്ടോ. ഇത് മൊത്തം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ വരുന്നത് ഉണ്ടോ. ഇത് പിന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കോല് വടിയൊക്കെ. പിന്നെ അതേ നമ്മൾ നമ്മുടെ കെച്ചപ്പിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കെച്ചപ്പ് എടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം മയോണൈസിനാണ്. നമുക്ക് തപ്പാം. അതായത് വില കൂടിയ മയോണൈസൊന്നും നമ്മൾ എടുക്കുന്നതല്ല, വില കുറഞ്ഞ മയോണൈസ് നോക്കി തപ്പണം. അല്ലെങ്കിൽ നമുക്ക് ഈ ക്നോബ്ലോ സോസ് എടുത്തല്ല. അവിടെ ക്നോബ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക്കിനെയാണ്. അപ്പോൾ അതിനർത്ഥം ഗാർലിക് സോസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് മയോണൈസ് തപ്പാം. നമ്മുടെ ഇതൊക്കെ വില കണ്ടോ ഗൈസ്, എന്നാ വിലയാന്ന് നോക്കിയിരിക്കുക. താഴെ തന്നെ അതിൻ്റെ റേറ്റും ഉണ്ട്, കണ്ടോ. നമുക്ക് തപ്പാൻ നോക്കട്ടെ. കണ്ടോ ഗൈസ്, ഞാൻ കണ്ടുപിടിച്ച്. കണ്ടോ, ഇതാണ് നമ്മുടെ യാഡ മയോണൈസ്. ഇത് ആക്ച്വലി ഇച്ചിരി ചീപ്പാണ്. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത മയോണൈസിന് എത്ര രൂപ നോക്കാം. കണ്ടോ ഗൈസ്, നമ്മൾ നേരത്തെ എടുത്ത മയോണൈസിന് 1.49 എന്നാണ്. നമുക്ക് അതിനെക്കാട്ടും കുറഞ്ഞ മയോണൈസ് ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, 1.29 മയോണൈസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഗൈസ് 1.49 മയോണൈസ് എടുത്ത് കാഴ്ച കളയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മയോണൈസ് എടുക്കാം. ഇവിടെയൊക്കെ സോസാണ് കേട്ടോ. പിന്നെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ സോസ്, പിന്നെ ബസ്മതിയുടെ റൈസ്, ഓയില്. പിന്നെ ഇനി വരാൻ പോണ ഈ ഒരു സെക്ഷനാണ് മൊത്തം ന്യൂഡിൽസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. പലതരം ന്യൂഡിൽസ് ഉണ്ട്, മാഗിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ താഴെ ഇരിക്കുന്നത് ചൈനീസ്, കൊറിയൻ, അങ്ങനത്തെ വേസ്റ്റുള്ള ന്യൂഡിൽസാണ്. ആ ബുൾദക് ന്യൂഡിൽസിൻ്റെ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും ചെന്ന് കാണുക. ഓക്കെ ഗൈസ്, ഇനി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയർ വർഗ്ഗ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. കണ്ടോ, ഇത് നമ്മുടെ മുതിരയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. മുതിര, ഗ്രീൻ പീസ്, കോണ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഓൾറെഡി പുഴുങ്ങി വെച്ചത് ഇങ്ങനെ ഒരു ടിന്നിലാക്കിയിട്ട് വെച്ചേക്കണതാണ്. ഇത് അടിപൊളിയുണ്ട്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പം ഇതാണ്. ഓക്കെ, ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കാനാണെങ്കിലൊക്കെ ഇതൊക്കെ തന്നെ എളുപ്പം. ഇതൊന്നും പക്ഷേ ഞാൻ വാങ്ങാറില്ല, കാരണം ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വാങ്ങാറില്ല ഗൈസ്.
പിന്നെ ഈ ഇരിക്കുന്നത് ക്യാൻഡ് ഫിഷ് ഐറ്റം മൊത്തം ക്യാൻ ചെയ്ത ഫിഷാണ് അത് മൊത്തം. കണ്ടോ ഗൈസ്, ഉണ്ടോ? ഇനി ഇപ്പുറത്തുള്ളത് സോസേജാണ്. സോസേജ് ക്യാൻ ചെയ്തത് കണ്ടോ. പക്ഷെ നമുക്ക് എപ്പോഴും ക്യാൻ ചെയ്ത സോസേജ് വാങ്ങുന്നതാണ് നമുക്ക് ലാഭം. ഇങ്ങനെ കുഞ്ഞായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം പല സൈസിൽ പല ഷേപ്പിലുള്ളത് കിട്ടും. അതായത് ഇങ്ങനെ ഓൾറെഡി കട്ട് ചെയ്തതുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ നോർമൽ സൈസിൽ വയ്ക്കുന്നുണ്ടാവും. നമുക്കൊരു കട്ട് ചെയ്തത് എടുക്കാം. നമുക്കൊന്ന് ഡോണർ ബോക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോസേജ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതൊക്കെ ക്യാൻഡ് ഫിഷാണ്. ഇതുപോലെ പലതരം ഫിഷുണ്ട്. ട്യൂണ, അങ്ങനെ ചൂര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചാളയുടെ വാങ്ങിയിട്ടുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചാളയുടെ വാങ്ങുമ്പോൾ ക്യാൻ ചെയ്തതാണെങ്കിലും എല്ലാവരും ഒന്ന് അതിൻ്റെ ചെതമ്പലൊക്കെ പോയിട്ടുണ്ടെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കണം. കാരണം ഞാൻ 2-3 വട്ടം വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ചെതമ്പൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പല വീഡിയോസിൽ അത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഇത് നമ്മുടെ ക്യാൻഡ് സ്ട്രോബെറിയാണ്. ഇൻ കേസ് സീസൺ അല്ലാത്ത സമയത്ത് ആർക്കെങ്കിലും സ്ട്രോബെറി ക്രേവിങ്സോ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തീർക്കാം. ഇവിടെ മാംഗോയും പൈനാപ്പിളും എല്ലാം അവൈലബിൾ ആണ്, പീച്ചും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ക്രേവിങ്സ് വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉണ്ടോ ഗൈസ്? പിന്നെ ഇത് നമ്മുടെ ചോക്ലേറ്റ് സെക്ഷനാണ്. ഈ ഇരിക്കുന്ന മിൽക്കിയുടെ ചീസ് കേക്ക് ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. ഞാനത് മാത്രമേ ആക്ച്വലി കഴിക്കാറുള്ളൂ കൂടുതലും. പിന്നെ ട്വിക്സിൻ്റെ ഈ ഒരു മിഠായി ഞാൻ എടുക്കും. കാരണം ഇത് ഇപ്പം എടുക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം അത് ചീപ്പാണ് കണ്ടോ. അവിടെ €2 ഉള്ളൂ 5 പീസിന്. അപ്പോൾ അത് എടുക്കാൻ കുഴപ്പമില്ല. പിന്നെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ചിപ്സിൻ്റെ സെക്ഷനാണ് ഗൈസ്. ഇത് പോപ്കോൺ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത് കണ്ടോ. പോപ്കോൺ, പിന്നെ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ തിന്നണം അതിൻ്റെ. പിന്നെ അങ്ങോട്ട് ലേസ്, ടാക്കീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. പ്രിങ്കിൾസ്, ഈ പ്രിങ്കിൾസ് അതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. അടിപൊളിയാന്ന് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ എൻ്റെ വില കണ്ടു ഗൈസ്, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. നമുക്ക് കാണാനേ വിധിയുള്ളൂ. കാണിച്ചു തരാം കണ്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ ലേസ് ഐറ്റംസ്. പിന്നെ ഇത് നമ്മുടെ ഡോഗ്സിൻ്റെ ഫുഡിൻ്റെ സെക്ഷനാണ് ഗൈസ്. കണ്ടു, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഡോഗ്സിൻ്റെ ഫുഡ് ഐറ്റംസ് കിട്ടും. അതായത് മുയലിൻ്റെ ചെവി ഉണക്കിയത്, കാലുണക്കിയത്, എല്ലാം ഉണക്കിയത്, എന്തും കിട്ടും. പട്ടികൾക്ക് വേണ്ടതെല്ലാം ഈ കടയിൽ കിട്ടുന്നതാണ്. കണ്ടോ ഗൈസ്, ഇത് നമ്മൾ മീൻ ഉണക്കിയതാണ്. ആരെങ്കിലും ഉണക്കമീൻ തപ്പിക്ക് ഉണക്കുന്നവരുണ്ടെങ്കിൽ പട്ടിയുടെ സെക്ഷനിൽ പോയി നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ ഇട്ടത് മുയലിൻ്റെ ചെവിക്കാണ് ഇവിടുത്തെ പട്ടികൾക്കൊക്കെ കൊടുക്കണത്. പിന്നെ ഇത് ഫ്രീസറിൽ വെച്ചേക്കുന്ന ഒരു ഐറ്റംസാണ്. കണ്ട ഗൈസ്, ഇവിടെ ഇരിക്കുന്ന സാധനം നോക്കി, കല്ലുമ്മക്കായ, പിന്നെ കൂന്തൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ അങ്ങനെ ഫ്രോസൺ ഐറ്റംസൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം. നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാതെ നല്ലത്. ഇതിങ്ങനെ നോക്കി നോക്കി പോവാം. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെല്ലാവരുടെയും പ്രിയപ്പെട്ട സെക്ഷൻ. കണ്ടോ, ജാക്ക് ഡാനിയൽസിൻ്റെ അതുപോലെ തന്നെ പലതരം ബോട്ടിൽസിൻ്റെ ഒക്കെ ഇതാണ്. കണ്ടോ, പല ഫ്ലേവറിലാണ് സാധനം ഉള്ളത്. കണ്ടോ ഗൈസ്, കണ്ടോ പല ഫ്ലേവർ. എന്താണ്, ഫയർ, ഹണി, ആപ്പിള്, ഇതൊക്കെ കണ്ട് സന്തോഷമുള്ള ഒരുപാട് ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി പ്രത്യേകം കാണിച്ചു തരുകയാണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഐറ്റംസ്, ബിയറൊക്കെ കണ്ടോ. ഈ ഒരു സെക്ഷൻ മൊത്തം വെള്ളമാണ്. അങ്ങനെയൊക്കെ കണ്ടോ. ഇനി ഈ ലബൂബു ഫാൻസിന് വേണ്ടിയാണ്. റവയിൽ ലബൂബു അവൈലബിൾ ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ലബൂബു. എനിക്ക് തോന്നുന്നത് ഇത് ഒറിജിനൽ ലബൂബു അല്ല, ഇത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉമ്മ ഇറക്കിയേക്കാണെന്നാണ് എനിക്ക് ഉറപ്പാണ്. അത് തന്നെയാണ് സംഭവം. കണ്ടോ ഗൈസ്, ഇത് ലബൂബു എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു ടോയ് ആണ് ആക്ച്വലി. ഇതൊരു ജസ്റ്റ് ഒരു സ്കുഷി പോലത്തെ ഒരു സാധനമാണ്. ഇതിന് പലതരം അർത്ഥങ്ങളുള്ള കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ലക്കു പോലെ ഇരിക്കും നമുക്ക് കിട്ടണത്. കണ്ടോ ഗൈസ്, അപ്പോൾ ഇതൊരെണ്ണം വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴും ഇവിടെ വരുമ്പോഴും. പക്ഷേ അതിൻ്റെ വില വരുന്നത് ഏകദേശം €16. ഓക്കെ, അതുകൊണ്ട് ഞാൻ വാങ്ങാത്തതാണ്. ഇതിങ്ങനെ കുറേ ആൾക്കാർ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കയ്യിലൊക്കെ എടുത്ത് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, കൊള്ളാമല്ലേ. ഇതിങ്ങനെ ടോയ്സിൻ്റെ ഒരു സെക്ഷനാണിത്. പിന്നെ അതേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുക്ക് ചെയ്ത മീറ്റ്, ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കണ്ടോ ഗൈസ്, നമ്മൾ തപ്പി നടന്ന പീസ് ഇതേ ഇരിക്കുന്നു. നമുക്കിതൊന്ന് നോക്കിയാലെടുത്ത്, കാരണം വിലയൊക്കെ എല്ലാത്തിൻ്റെ ഒരുവിധം കണക്കായിരിക്കും. ഒരു പ്രാവശ്യം തിന്ന് നോക്കണേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് നെക്കി നോക്കട്ടെ. അയ്യോ ഗൈസ്, ഇത് നെക്കിയായിട്ട് അത്ര വലിയ കഷ്ണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് 3 കഷ്ണം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അത് നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വെക്കണതാണ്.
ഇതുപോലെ തന്നെ വേറൊരു പാക്കറ്റും കൂടി ഉണ്ട്. അത് ഉണ്ടാകുന്ന നോക്കട്ടെ. ഒരു പെട്ടിയുടെ അതിനകത്ത് ഇച്ചിരി കഷ്ണങ്ങൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ പണ്ടത്തെ ഫാമിലിയിൽ അവർ വാങ്ങുമായിരുന്നു. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ വില. സമയം പോലെ എല്ലാവരും പോസൊക്കെ ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോ. ഗൈസ് ഞാൻ പറഞ്ഞ പെട്ടി കിട്ടി. അതുകൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത ചിക്കൻ അവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഈ പെട്ടി അങ്ങ് എടുക്കുക. കാരണം ഇതാണ് നമുക്ക് ലാഭം കുറച്ചും കൂടി. സെയിം റേറ്റാണ് കണ്ടോ. ഇതിന് ഏകദേശം 5 യൂറോ അടുത്താണുള്ളൂ. നമുക്കില്ലെങ്കിൽ ഒരു ചെമ്മീൻ എടുത്താലോ എന്നൊക്കെയാണ് എൻ്റെ ചിന്താഗതി. പക്ഷേ ചെമ്മീന് അതിനേക്കാട്ടും 5-6 ഇരട്ടിയാണ് വില. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെക്കുന്നതാണ് നമുക്ക് നല്ലത് എപ്പോഴും. മനസ്സിലായോ? ഇതൊരു സീ ഫുഡ് സെക്ഷനാണ്. ഇവിടെ എല്ലാ സീ ഫുഡും അവൈലബിൾ ആണ്. പക്ഷേ കാശ് കൊടുക്കണമെന്ന് മാത്രം. പിന്നെ ഇത് നമ്മുടെ പിസ്സയുടെ സെക്ഷനാണ്. പലതരം പിസ്സ അവൈലബിൾ ആണ് ഇവിടെ. പക്ഷേ കണ്ടോ, ഇങ്ങനെ വില കാണുമ്പോൾ നമ്മളൊന്നും മേടിക്കില്ല, കാണിച്ച് തരികയുള്ളൂ. പല പിസ്സ ഫ്രോസൺ പിസ്സയാണ്. ജസ്റ്റ് ഓണി കൊണ്ടുപോയി ചൂടാക്കിയാൽ നിങ്ങൾക്ക് തിന്നാം. അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വാങ്ങാറുണ്ട്, പക്ഷെ ഇപ്പം വേണ്ട. അതുകൊണ്ട് ഓക്കെ ഗൈസ്, കണ്ടോ ഇത് പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. ഇത് കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രോസൺ ചെയ്തത്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കോൾ എടുക്കുകയാണ്. കുടിച്ചുകൊണ്ട് നടക്കാമല്ലോ ഗൈസ്. കണ്ടോ ഇത്രയൊക്കെ എടുത്തുള്ളൂ. ഇനി നമുക്ക് നേരെ ബില്ലടിക്കാൻ പോവാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഈ കട മൊത്തം ചിലപ്പോൾ വാങ്ങിച്ച് കളയും ഗൈസ്. നേരെ ബില്ലടിക്കാൻ വേണ്ടി പോവാം. കണ്ടോ ആൾക്കാരൊക്കെ അതേ ക്യൂ നിൽക്കണേ ബില്ലടിക്കാനായിട്ട്. നമ്മൾക്കൊന്ന് ലൈനിൽ നിൽക്കാം. പയ്യെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങണം. കാരണം ഇവിടെ എല്ലാം ഭയങ്കര സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പെട്ടെന്ന് എടുത്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. കണ്ടോ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ ഇങ്ങനെ വരിയായിട്ടിരിക്കുന്ന ചേട്ടന്മാരൊക്കെ അത് ഒരെണ്ണെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ലടിച്ചിട്ടും. ബില്ലടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുപ്പിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ഈ പേപ്പർ കൊടുക്കാൻ ആരും മറന്നു പോരുത്. പലപ്പോഴും ഞാൻ അത് മറന്നു പോയ ചരിത്രമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ പേപ്പറോട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചേച്ചി ഇതും കൂടി ചേർത്ത് ബില്ലടിക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ കാശ് അതിനകത്ത് നിന്ന് കുറച്ച് കിട്ടും. അതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ ഗൈസ്, നമുക്കത് ചേച്ചി കൊടുക്കാം. ചേച്ചി അടിപൊളി ചേച്ചി ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് സാധനം ബില്ലടിച്ച് തന്നിട്ടുണ്ട്. ഹലോ പുള്ളിക്കുന്നൊരു അടിപൊളി മൈൻഡാണ്. അതുകൊണ്ട് ഇതിനെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കണ്ടോ ഞാൻ എവിടെ പരിപാടിയാണ് തിരിച്ചെടുക്കാനുള്ള ഗതികേട്. Ja, mit Karte. Ja. Danke. Tschüss. നമുക്കപ്പോൾ ഇനി പുറത്തോട്ട് പോകാം ഗൈസ്. ഈ പെണ്ണും പിള്ളേരും ഇവിടെ നിൽക്കണയാണല്ലോ. നമുക്ക് നൈസായിട്ട് ബാഗിലോട്ടാക്കണം. ഇവിടുമാരോട് നിൽക്കണമെന്നുണ്ട്. അതിൻ്റെ പിന്നെ ചോദിക്കാനും പറ്റില്ല. സോ ഗൈസ്, നമുക്ക് തന്നെ മൊത്തം ഇത് 12-22 യൂറോയാണ്. ഓക്കെ, ഇത് അവിടെ പെണ്ണുങ്ങൾ ഇരിക്കൊണ്ട് മനുഷ്യർ മര്യാദക്ക് ബാക്കിലോട്ട് സാധനം കയറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്കിതൊന്നും മര്യാദയ്ക്ക് വെക്കട്ടെ ഞാൻ. ഓക്കെ, ഇതിങ്ങനെ കുത്തിത്തട്ടി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കോള എടുത്ത് നമ്മൾ നടക്കുകയാണ് വീട്ടിലോട്ട് ഗൈസ്. നാട്ടക്കം അങ്ങോട്ട് കുറച്ച്. നമ്മളിനി ഇത് ചാടി ആ റോഡിൻ്റെ അപ്പുറം ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വേണം ബസ് കയറി വീട്ടിൽ പോകാൻ. ഓക്കെ, സൂക്ഷിച്ചൊക്കെ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് പോയാലേ പിന്നെ അരിഞ്ഞ് കിട്ടും തന്നെ. ഓക്കെ ഗൈസ്, നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുക. കണ്ട അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. സോ ഇവിടെ വെയിറ്റ് ചെയ്യുക. നാട്ടിലെ പോലെ ഒന്നും ചാടാൻ പാടില്ല, വെയിറ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 വട്ടം നോക്കുക. ഒരു സ്കൂട്ടർ തന്നെ ഉണ്ട്, അവരുടെ മുമ്പിലോട്ട് ചാടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഞാൻ അനുകരിക്കുന്നത് കണ്ട ആരും അനുകരിക്കരുത്. പോലീസ് എങ്ങനെയും പിടിച്ചാൽ അകത്തേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ പോലീസൊന്നും അങ്ങനെ ഇല്ലാത്തതാണ് ഞാൻ രക്ഷപ്പെട്ടതാണ്. ടെക്നോളജിയാ കണ്ടോ ഗൈസ്. പല്ല് വെച്ചൊക്കെ തുടങ്ങി. അല്ല, ഇതിലപ്പുറം ചാടിക്കിടന്നവനാണ് KK ജോസ്. സോറി, അൻമിരിയ ഫ്രാൻസിസ്. Cheers. Hallo. 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 Wie geht's dir? Gut. Geht's gut, ja? Ja.
Und Wohnst du hier noch? Ja. Und? Alles gut? Ja. Gehst du Schule, Arbeit, was machst du? Ich jetzt Arbeit. Ja? Aber wir waren noch nie mit Hund bei Adriano. Nein, Wegen ich weiß. Ja. andere Hunde. Ja? Aber er war so süß. Er kommt zu Komm, mir. sag hallo. Ja. Gefällt's dir hier? Ja, Ruhig, gell? Ist sehr ruhig. ja, stimmt. Ja, ich muss jetzt gehen. Bis später. Dann. Ciao, Ciao. gell? ഗൈസ് ഞാൻ അപ്രതീക്ഷിതമായി ഞാൻ പണ്ട് നിന്നേച്ച വീട്ടിലുള്ള ചേട്ടൻ്റെ അനിയത്തിയില്ല ചേച്ചിനെ കണ്ടുമുത്തി ഗൈസ്. പുള്ളിക്കാരി ഇച്ചിരി അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അവർ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് കണ്ടു ഗൈസ്. ആ കാണുന്നതാണ് കുതിരകളുടെ ഫാം. ഇവിടെ ആക്ച്വലി ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഫ്രോക്കിൻ്റെ താഴെ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ സ്കൂൾ യൂണിഫോം ഓർമ്മ വരും. പക്ഷെ ഇത് യൂണിഫോം അല്ല ഗൈസ്, ഇതിവിടുത്തെ ഫാഷനാണ്, ഫ്രോക്കാണ് ഫ്രോക്ക്. എനിവേ, നമ്മുടെ പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരാനാണ് എടുത്തത്. 1 മണിക്കൂറും 40 മിനിറ്റും ആണ്. കാരണം അന്നത്തെ വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ടുണ്ട്, ടൈമർ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അത് 45 മിനിറ്റിന് ഇട്ടയച്ചത്, അത് അടിച്ച് തീർന്നിട്ടില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് വന്നപ്പോൾ 5 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടനൊക്കെ ഓണാക്കി ഇടണം. അപ്പോൾ ശരി, ഞാൻ അടുത്തൊരു വീഡിയോ വരും വരെ